നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ചെറിയ ഇഷ്ടിക കഷ്ണം മതി, അത് വെച്ച് അവന്റെ മെഡലോ ബ്ലാങ്കറ്റിക്ക് ഒന്ന് കൊടുത്താലേ അപ്പ തീരും. കാര്യം നിസ്സാരം. ആര് തട്ടും? ഞാൻ തട്ടും. എനിക്ക് കൊച്ച ഒരു ഇത്തിരി പ്രായം തോന്നിക്കുന്നേ ഉള്ളൂ. ഈ ജൂഡോ പഠിച്ച പയ്യന്മാർ അത്രയും വന്നില്ലേലും കാട്ടി പോയി കാട്ടുപന്നിയെ തീർത്ത പാരമ്പര്യമുണ്ട് മോളെ എനിക്ക്. എടാ, ഈ വിധിയെ കാലയെ കൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ചതാ. ഒരാളുവേ ഇതിനു വേണ്ടി വെയിൽ കൊള്ളുകയും വേണ്ട, കൊണ്ടിട്ടൊരു കാര്യമില്ലടാ. ഓ, അപ്പൊ ഗെയിമാണ്. അതെടാ, നല്ല ഒന്നാം തരം ഗെയിം. പക്ഷെ ഈ ഗെയിമിന് ഒരു പ്രത്യേകതയുണ്ട്. ജയം എപ്പോഴും ഒരേ ഒരു ഭാഗത്തായിരിക്കും. പക്ഷെ നിന്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ജയിക്കുന്ന ഭാഗം എന്റേതാടാ. എന്തായാലും കളിക്കാനായിട്ട് കളത്തിലിറങ്ങിയതല്ലേ, അപ്പൊ ഒന്ന് കളിച്ചു നോക്കട്ടെ. പിന്നെ ഈ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് കളി കാണുന്നവരല്ലേ. ഓ സാറേ, ഡാ, കള്ളക്കളി കളിച്ചാൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പരാജയം സമ്മതിച്ച് ഉള്ള ശിക്ഷയും വാങ്ങിച്ച് മിണ്ടാതെ നിൽക്കുന്നതായിരിക്കും ബുദ്ധി. മാനമെങ്കിലും ബാക്കിയുണ്ടാവും. ഈ മാനവും ആത്മാഭിമാനവും ഒക്കെ നാലാൾക്ക് മുന്നിൽ ചെന്ന് ഞെളിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ ആവശ്യമുള്ളൂ ബോസ് സാറേ. കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നവന് മഴ നനഞ്ഞ പനി പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ നീ രണ്ടും കൽപ്പിച്ച വേറെ നിവർത്തിയില്ലല്ലോ ബോസേ. കൊണ്ടുപോയി കേട്ടോ. ആദ്യം ഇവന്റെ നാവിനൊരു കൂച്ചുവലം കിടണം, എന്നാലേ മിണ്ടാതെ നാവടക്കി കിടക്കൂ. എടാ, നാവനക്കരുതെന്ന് പറഞ്ഞ് നീ നിന്റെ ശൗര്യമൊന്നും കുറയ്ക്കണ്ട. നിനക്ക് ശൗര്യം കൂടിയാലല്ലേ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞ് പെരുമാറാൻ പറ്റൂ. കൊണ്ടുപോടോ. വാ കേറ്. അടച്ചേക്ക്. ചന്ദ്രബോസ് സാറ് പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഏത് പഴുതില്ലാത്ത കേസിനും പഴുതുണ്ടാക്കുന്ന വക്കീലന്മാരുണ്ട് നമ്മുടെ ഈ നാട്ടിലെ. കാശുണ്ടോ, ജയിലിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. ഇതിപ്പോ ശാലിനി അങ്ങ് ഒരുങ്ങിയിറങ്ങിയ വൈകുന്നേരം വരെ വെള്ളം കോരിയത് ചുമ്മാ പൊട്ടക്കലത്തിൽ നിറച്ചതുപോലെ ആകുമല്ലോ ചിറ്റപ്പാ. എന്താ ഒരു വഴി? അവളെ ഒരുക്കിന്റെ താഴിട്ട് പൂട്ടിയില്ലെങ്കിൽ അവള് ചാടിക്കും, ഭംഗിയായിട്ട് അവനെ ചാടിക്കും. പിന്നെ അയ്യോ രാമനാരായണെന്നും പറഞ്ഞ് വടക്കോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. അവളെ തടയാൻ ഒരസ്ത്രം. അതിപ്പോ ബ്രഹ്മാസ്ത്രമൊന്നും വേണ്ട. അവളുടെ ഈ പടപ്പുറപ്പാട് തടയാൻ ഒരു മാർഗം. അതാണിപ്പോ നമ്മൾ ആലോചിക്കേണ്ടത്. വിഷ്ണുവിനെ തളർത്താൻ ഇതൊന്നും പോരെന്ന് എനിക്കന്നേ അറിയായിരുന്നു. രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള വാശിയാ. അവർക്ക് മുമ്പിൽ വരുന്ന എന്ത് ദുർഘടങ്ങളും അവർ ഒന്നിച്ച് നിന്ന് തട്ടിമാറ്റും. വിഷ്ണുവിന്റെ ശക്തി ശാലിനിയും ശാലിനിയുടെ ശക്തി വിഷ്ണുവാണ്. പിന്നെ ശാരദാമ്മയുടെ പ്രാർത്ഥനയും. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും വളഞ്ഞ വഴികളിൽ കാര്യം നേടാനും കൃഷ്ണ ഭഗവാനോളം തന്ത്രങ്ങൾ അറിയാവുന്ന വേറൊരു ഭഗവാനില്ല. തൽക്കാലം ശാരദാമ്മയുടെ കൃഷ്ണ ഭഗവാനെ നമ്മളൊന്ന് മാറ്റി നിർത്തുന്നു. പകരം യമദേവനെ ഇവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. രണ്ടിലൊരാള് തീർന്ന മറ്റേയാളും തീരും. ഒരേറിൽ രണ്ടു പക്ഷികൾ വീഴും. ഒന്ന് ചാകും, മറ്റൊന്ന് ചാവാതെ ചാവും. എങ്കിലത് വിഷ്ണു ആയിക്കോട്ടെ. നാരീശാപം വീഴുമെന്നുള്ള പേടിയും വേണ്ടല്ലോ. വിഷ്ണു തീർന്നാൽ പിന്നെ ശാലിനി നൂല് പൊട്ടിയ പട്ടം പോലെ വെറുതെ കുറെ അലങ്ങി നടക്കും. പിന്നെ എവിടെയെങ്കിലും കരഞ്ഞു പിഴിഞ്ഞങ്ങ് ഒടുങ്ങും. അപ്പൊ നമുക്കൊരു റീത്ത് കൊണ്ടുപോയങ്ങ് വെക്കണം. അനശ്വര പ്രണയിനിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്നൊരു കുറിപ്പും. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. വിഷ്ണുവിനെ തീർക്കാനുള്ള വർക്ക് നമുക്ക് ഇത്തവണ പുറത്തു കൊടുക്കണ്ട.
അതൊക്കെ പിന്നെ വലിയ ജോലിയാവും. ഈ വികട സരസ്വതി ചതിച്ചാലേ ഏൽപ്പിക്കുന്നവനകത്ത് പോകും. അതിവിടുത്തെ നാട്ടുംപുറത്തെ ഗുണ്ടകളെ ഏൽപ്പിക്കുമ്പോഴല്ലേ? ആനയെ വീഴ്ത്താൻ എലിക്കണി വെച്ചിട്ട് എന്താ കാര്യം? അതിന് വാരിക്കുഴി തന്നെ വേണം. വിഷ്ണുവിനെ പോലത്തെ ഒരുത്തനെ തീർക്കണമെങ്കിൽ അവനേക്കാൾ അടവ് പഠിച്ചവരെ ഇറക്കണ്ടേ? ഇറക്കിത്തരാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാ. നല്ല ജൂഡോ പഠിച്ച പിള്ളേരാ. 4-5 പേരിങ്ങ് വന്നിറങ്ങും. ഒരേ ഒരു രാത്രി പിറ്റേന്ന് പണിയും തീർത്ത് മറ്റൊരു ഫ്ലൈറ്റിന് അവർ കുടികേറും. വിഷ്ണു പോലും അറിയില്ല അവന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പരലോകത്തേക്ക് പറക്കുന്നത്. എന്റെ കൊച്ചെ, ഈ വലക്കണി പെട്ട് കിടക്കുന്ന മുയലിനെ കൊല്ലാനേ ഈ മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണും തിരക്കി പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ചെറിയ ഇഷ്ടിക കഷ്ണം മതി. അത് വെച്ച് അവന്റെ മെഡലോ ബ്ലാങ്കറ്റിക്ക് ഒന്ന് കൊടുത്താലേ അപ്പ തീരും. കാര്യം നിസ്സാരം. ആര് തട്ടും? ഞാൻ തട്ടും. ഏ എടി കൊച്ചെ, ഒരു ഇത്തിരി പ്രായം തോന്നിക്കുന്നേ ഉള്ളൂ. ഈ ജൂഡോ പഠിച്ച പയ്യന്മാർ അത്രയും വന്നില്ലേലും കാട്ടി പോയി കാട്ടുപന്നിയെ തീർത്ത പാരമ്പര്യമുണ്ട് മോളെ എനിക്ക്. തീർക്കുക മാത്രമല്ല, തിന്നിട്ടുമുണ്ട്. ഈ വിഷ്ണുവിനെയൊക്കെ തീർക്കാൻ ആ പാരമ്പര്യത്തിന്റെ തഴമ്പൊക്കെ ധാരാളമാ. പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ബലിയിടാത്തതുണ്ടാവും. ഈ ബലിക്കാക്കൾക്ക് എന്നെ കാണുമ്പോ ചെറിയൊരു ചൊറിച്ചില. ചില സ്ഥലത്തൂടൊക്കെ പോകുമ്പോ തലയിൽ വന്ന് കൊത്തും. വിഷ്ണുവിനെ തീർത്ത് അവന് വേണ്ടി വെക്കുന്ന ബലിച്ചോറ് ഇവറ്റൊക്കെ തിന്നാൻ കൊടുത്താ എന്നോടുള്ള കെറുവങ്ങ് മാറിക്കിട്ടും. വിഷ്ണു അവൻ ശാരദാമ്മയുടെ വിഷ്ണു ഭാഗത്തെങ്കിലും ലയിക്കുകയും ചെയ്യും. കൊന്ന പാപം കാക്കകളെ കൊണ്ട് തീറ്റിച്ചു തീർക്കാം അല്ലേ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. വീട് വെപ്പ് കിടക്കല്ലേ. സുസ്മിത അകത്തായപ്പോ അങ്ങനെയുള്ള വരവൊക്കെ നിലച്ചില്ലേ. പിന്നെ അവളുടെ കേസിന് വേണ്ടി കുറച്ച് കാശ് പിടിച്ചു. ചിറ്റപ്പനല്ലേ, മുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അവള് തിരിച്ചിറങ്ങിയാലേ ഈ പോയ പണമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. ഉടനെങ്ങാനും സുസ്മിത ഇറങ്ങോ? ആ, അണ്ടർഗ്രൗണ്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചാളായി. പിന്നെ ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അവളെ കാര്യം. ആരെങ്കിലും കൈയും കാലും പിടിച്ച് എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ നോക്കുമ്പോ പിച്ചിന്ന് മാന്തിന്ന് പറഞ്ഞ് ജയിൽ വാർഡന്മാരുടെ ഫോൺ വരും. അവളെ ഇട്ടേക്കുന്ന ജയിലില് ഇപ്പം ജോലി ചെയ്യാൻ വാർഡന്മാര് തയ്യാറല്ലത്രേ. ജനിപ്പിച്ച് അപ്പന് വിളിക്കുന്നോടി. നിന്റെ തെയ്യം കളി പുറത്തെടുക്കാൻ നോക്കിയല്ലേ? ഇതൊരൽപ്പം വേറെ ആയിട്ടാ. ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ, കേട്ടോടി. ആ, അവളുണ്ടായിരുന്നെങ്കിൽ എന്റെ വീടിന്റെ പണി എന്നേ തീർന്നേനെ. കാത്തിരിക്കാം. ആ മുതല ജയിലിൽ നിന്നിറങ്ങിയ ഇവിടെ ഒരു പടവെട്ട് തന്നെ നടക്കും. ചിറ്റപ്പൻ പേടിക്കണ്ട. ചെയ്യുന്ന പണിക്ക് വരമ്പത്തല്ല കൂലി, സ്പോട്ടിൽ അക്കൗണ്ടിലെ കാശ് വീഴും. വിഷ്ണു മരിച്ചെന്നുറപ്പിക്കുന്ന ആ നിമിഷം തന്നെ എന്ത് വീഴും? കാര്യം നടന്ന ചിറ്റപ്പന്റെ വീട് പണിക്കുള്ള മുഴുവൻ കാശും വീഴുമെന്നതിനെ കൂട്ടിക്കോ. എങ്കിൽ പിന്നെ ചരമകോളത്തിൽ കൊടുക്കാനുള്ള വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ കൂടി വാങ്ങി കയ്യിൽ വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.